പകുതിവില തട്ടിപ്പ് കേസിൽ ഉന്നതരെ കുടുക്കി അനന്തു കൃഷ്ണന്റെ മൊഴി. മാത്യു കുഴൽനാടൻ MLA 7 ലക്ഷം രൂപ വാങ്ങിയെന്ന് അനന്തു കൃഷ്ണൻ പറയുന്നു. തിരഞ്ഞെടുപ്പ് ഫണ്ടിനായി 45 ലക്ഷം രൂപയെ വാങ്ങിയ ഡീൻ കുര്യാക്കോസ് MP 15 ലക്ഷം രൂപ മാത്രം തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകിയെന്നും മൊഴി. ഫ്രാൻസിസ് ജോർജ് MPക്ക് തിരഞ്ഞെടുപ്പ് ഫണ്ടിനായി 9 ലക്ഷം രൂപ നൽകിയെന്നും അനന്തു പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കോൾ റെക്കോർഡിംഗുകളും വാട്സാപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെത്തി. വിശദാംശങ്ങൾ സൂക്ഷിച്ചത് ക്ലൗഡ് സ്റ്റോറേജിലാണെന്ന് അനന്തു കൃഷ്ണൻ മൊഴി നൽകി. അതേസമയം ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് മാത്യു കുഴൽനാടൻ. 7 ലക്ഷം പോയിട്ട് 7 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്ന് കുഴൽനാടൻ പറഞ്ഞു. വാക്കുകൾ പ്രതി അനന്തു കൃഷ്ണനെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഇന്നലത്തെ തെളിവെടുപ്പിൽ തന്നെ മാധ്യമങ്ങളോട് അനന്തു കൃഷ്ണൻ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്ക് താൻ പണം നൽകിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരുന്നു. അവരുടെ പേരുകൾ പിന്നീട് പറയാമെന്നും പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തി തന്നെ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളിൽ എന്തെങ്കിലും തരത്തിൽ വസ്തുതയുണ്ടോ എന്ന തരത്തിൽ പോലീസ് അന്വേഷണം ഏതു തരത്തിൽ? രണ്ടാമത്തൊരു കാര്യം, ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. സേതു, സംസ്ഥാനത്താകമാനം 34 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസുകൾ ആകമാനം സംസ്ഥാനത്ത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരവുമായിട്ടുണ്ട്. ഇനി ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഈ കേസ് അന്വേഷിക്കുക. ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചപ്പോൾ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർക്കടക്കം അനന്തു കൃഷ്ണൻ പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇതിനിടയിൽ തന്നെ അനന്തു കൃഷ്ണൻ താൻ പണം നൽകിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുകയും ചെയ്തു. മാത്യു കുഴൽനാടന് 7 ലക്ഷം രൂപയാണ് താൻ നൽകിയിട്ടുള്ളത് എന്ന് പോലീസിനോട് പറയുകയുണ്ടായി. കൂടാതെ മറ്റ് നേതാക്കൾ ഡീൻ കുര്യാക്കോസിന് 45 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ഇയാൾ മൊഴി നൽകിയിരുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിൽ തന്നെ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി ഇപ്പോൾ ഇയാളെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അനന്തു കൃഷ്ണനെ കോടതിയിലേക്ക് എത്തിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സേതു, എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്തു കൃഷ്ണൻ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നു. പ്രതി അനന്തു കൃഷ്ണനെ അന്വേഷണ സംഘം കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ് അന്വേഷണ സംഘം. മാത്യു കുഴൽനാടൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. പിന്നെ ആരാണ് വാങ്ങിയിരിക്കുന്നത്? മൊഴികൾ മാറ്റി മാറ്റി പറയുകയാണ് പ്രതി അനന്തു കൃഷ്ണൻ. ഈ നേരത്തെ മാത്യു കുഴൽനാടൻ 7 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് മാത്യു കുഴൽനാടൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി 1 രൂപ പോലും വാങ്ങിയിട്ടില്ല, അങ്ങനെ തെളിയിച്ചാൽ തന്റെ പൊതുജീവിതം പോലും അവസാനിപ്പിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞതാണ്. ഇപ്പോൾ അനന്തു കൃഷ്ണന്റെ മൊഴി മാത്യു കുഴൽനാടൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നാണ്. സഹിൻ ആന്റണി തുടരുന്നുണ്ട് നമുക്കിപ്പം. സഹിൻ, ഈ അനന്തു കൃഷ്ണൻ പറയുന്നതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് കള്ളം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും ഇതൊരു ബാലികേറ മല തന്നെ ആകുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഇപ്പോൾ പറയുന്നത് എന്താണ്? മാത്യു കുഴൽനാടൻ പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നല്ലേ? അതുതന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സേതു, മാത്യു കുഴൽനാടൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അനന്തു കൃഷ്ണൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇയാൾ പറയുന്ന മൊഴി സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാറ്റിയും മറിച്ചും ഇയാൾ മൊഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ തൻ്റെ പക്കൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്ന് ഇയാൾ പറയുമ്പോഴും ഇതുവരെയും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് തുറന്നു പറയാൻ ഇയാൾ തയ്യാറായിട്ടില്ല. ആനന്ദ്കുമാറിൻ്റെ പേര് മാത്രമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാവരും തന്നെ രക്ഷിക്കുന്ന ഒരു സമീപനവും ഇയാൾ സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ എൻ രാധാകൃഷ്ണൻ പണം വാങ്ങിയെന്നുള്ള ഒരു മൊഴി
നൽകിയിരുന്നു. പിന്നീട് എൻ രാധാകൃഷ്ണൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ലാലി വിൻസെന്റിനെതിരെയും ആരോപണം ഉയർന്നിരുന്നു. 46 ലക്ഷം രൂപ ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും ലാലി വിൻസെന്റിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ലാലി വിൻസെന്റ് തന്റെ ലീഗൽ അഡ്വൈസർ ആണെന്നായിരുന്നു ഇയാൾ മൊഴി നൽകിയിരുന്നത്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ 1 രൂപ പോലും തന്റെ പക്കൽ നിന്നും വാങ്ങിയിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി രാഷ്ട്രീയ നേതാക്കളെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു സമീപനം ഇയാൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതും. മറ്റൊന്ന്, ഈ അനന്തു കൃഷ്ണന്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി രേഖകൾ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ആ രേഖകൾ എല്ലാം തന്നെ പോലീസ് കൃത്യമായി ശേഖരിച്ചിട്ടുമുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ഇയാൾ ചില വെളിപ്പെടുത്തലുകളും അന്വേഷണ സംഘത്തോട് നടത്തിയിരുന്നത്. ആ വെളിപ്പെടുത്തലുകൾക്കിടയിലാണ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ പ്രതി മൊഴി മാറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രതി തനിക്ക് മാത്യു കുഴൽനാടന് താൻ 1 രൂപ പോലും നൽകിയിട്ടില്ല എന്ന് പറയുന്നത്. ഓരോ ഘട്ടങ്ങളിലും മാറ്റിയും മറിച്ചും കാര്യങ്ങൾ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തോട് ഇയാൾ പറഞ്ഞത് മാത്യു കുഴൽനാടനടക്കം താൻ പണം നൽകിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇയാളുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പനേരത്തിനുള്ളിൽ തന്നെ ഇയാളുടെ റിമാൻഡ് ചെയ്യും. ഇതിനുശേഷം ക്രൈംബ്രാഞ്ചായിരിക്കും കേസ് അന്വേഷിക്കുക. ലോക്കൽ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും ഈ കേസ് പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഇനി ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് അന്വേഷണം എത്തുമ്പോൾ സമീപകാലത്ത് ഇത്രയേറെ കേസുകളുടെ ബാഹുല്യം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പോലീസിന്റെ തന്നെ FIR അനുസരിച്ച് 450 കോടിക്ക് മുകളിൽ തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തൽ. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ ഏറെക്കുറെ കണ്ണൂർ വരെ പരാതി പ്രവാഹമാണ് ഇയാൾക്കെതിരെ. അങ്ങനെ വരുമ്പോൾ ഇനി ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എങ്ങനെയായിരിക്കും? ഓരോ ജില്ലകളിലും പ്രത്യേക യൂണിറ്റ് ഉണ്ടാക്കി ആ തരത്തിലായിരിക്കുമോ അന്വേഷണം മുന്നോട്ട് പോവുക? സേതു ഇതിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും പിന്നീട് വിവിധ ജില്ലകളിൽ നിന്നും ഓരോ ടീമുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയുമായിരിക്കും ചെയ്യുക. അതാത് ജില്ലകളിലെ SP-മാരുടെ നേതൃത്വത്തിലായിരിക്കും അത്തരത്തിലുള്ള ഒരു ടീമിനെ വിട്ടു നൽകുന്നത്. പക്ഷേ ആ ജില്ലയിലെ കേസുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ SP-യോട് ഇവർ സംസാരിച്ചതിന് ശേഷം മറ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ടീം ഓരോ ജില്ലകളിലും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇവർ ഇത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുക. സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏകോപിപ്പിക്കുന്നത് ഒരുപക്ഷെ കൊച്ചിയിൽ നിന്നായിരിക്കും. കൊച്ചിയിലെ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക അന്വേഷണ വിഭാഗം തന്നെ ആയിരിക്കും ഇത് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണത്തിന് മാറ്റം വന്നാലേ ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ജില്ലകളെ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ക്രൈംബ്രാഞ്ചിന് ഇതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടതായി വരും. കാരണം രാഷ്ട്രീയ പ്രവർത്തകർക്കടക്കം പണം നൽകിയെന്ന് അനന്തു കൃഷ്ണൻ പറയുമ്പോഴും അത് ആർക്കൊക്കെ എന്നുള്ളൊരു കാര്യത്തിൽ ഇയാൾക്ക് ഇപ്പോഴും വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഇയാൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ലാലി വിൻസെന്റ് അടക്കമുള്ള ആളുകൾ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെല്ലാം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇയാൾ പണം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇനി ഇയാൾ പറഞ്ഞു വയ്ക്കേണ്ടതാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസരം വരട്ടെ അപ്പോൾ പറയാമെന്നുള്ളൊരു സമീപനമാണ് ഇയാൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഏത് ഘട്ടത്തിലായിരിക്കും ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുക എന്ന് അറിയേണ്ടിയിരിക്കുന്നു. മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകൾ ആരോപണ വിധേയരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഏത് ഘട്ടത്തിലാണ് ഇയാൾ കൃത്യമായ ഒരു മൊഴി മാധ്യമങ്ങൾക്ക് മുന്നിലും നൽകുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിട്ടുള്ള അനന്തു കൃഷ്ണനെ ഇപ്പോൾ കോടതി ഹാജരാക്കിയിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ ഇയാളുടെ റിമാൻഡ് കാലാവധി കസ്റ്റഡി കാലാവധി അവസാനിക്കും. പിന്നീട് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേക്ക് ഇയാളെ കൊണ്ടുപോവുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ എന്തായിരിക്കും ഇത് സംബന്ധിച്ച് മജിസ്ട്രേറ്റിനോട് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഇയാൾക്ക് പറയാനുണ്ടോ എന്നും കൂടി കാത്തിരുന്ന് കാണേണ്ടതാണ് സേതു.